ഹലോ നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പഴംപൊരി. ആദ്യം വേണ്ടത് കടലപ്പൊടിയാണ്. അതായത് നമ്മൾ ഫ്ലിപ്കാർട്ടിൻ്റെ കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പഴം വേണം, പിന്നെ പഞ്ചസാര വേണം. ഇത് ഇത്ര സിമ്പിൾ ആയിരുന്നോ എന്ന് നിങ്ങൾ ചോദിക്കും. പടത്ത് ചോദിക്കുന്ന പോലെ ജാവ സിമ്പിൾ ആണെന്നൊക്കെ പറഞ്ഞാൽ പഴംപൊരി സിമ്പിൾ ആണ്, ഭയങ്കര സിമ്പിൾ. നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ സിമ്പിൾ. നമ്മൾ അതിൻ്റെ കൂടെ ചേർക്കുന്നത് 2 സ്പൂൺ പഞ്ചസാരയുടെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ വെള്ളം ചേർക്കുന്നത് കുറച്ച് ശരി വെള്ളം ചേർക്കുക. അതായത് വളരെ കുറച്ച് വെള്ളം ചേർക്കുക, ഒന്ന് ഇളക്കി നോക്കുക. എന്നിട്ട് ആ പാകാവുന്ന കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് അരിഞ്ഞ് എല്ലാം കൂടി ഒരു വെള്ളപ്പരുവായി കഴിഞ്ഞാൽ പിന്നെ വറുത്തെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാവും. നമുക്ക് എങ്ങനെ തിക്നെസ് എന്നുള്ളത് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. നമുക്ക് ഒന്നുകൂടി കുറച്ചും കൂടിയൊക്കെ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്ത് പിന്നെയും വേണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. കുറച്ച് നല്ല കട്ടി പരുവായിരിക്കണം. ഞാൻ കടലപ്പൊടി മാത്രമാണ് എടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ നിങ്ങൾക്ക് മൈദ ചേർക്കാവുന്നതാണ്. മൈദ ചേർക്കുന്നത് അത്ര ഉചിതമാണെന്ന് തോന്നുന്നില്ല. ചില കടയിലൊക്കെ ആളുകൾ മൈദ ചേർക്കാറുണ്ട്. ഇത് ഒറിജിനൽ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ കടലപ്പൊടി മാത്രമാണ് ഇതിൻ്റെ ഉള്ളിൽ ചേർത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഫീല് ഒറിജിനൽ ഒരു നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫീല് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കടലപ്പൊടി മാത്രം ചേർക്കണം. അല്ലെങ്കിൽ ചില പഴംപൊരി ഉണ്ടല്ലോ, രതീഷ് ഒന്ന് നീക്കൂ എന്ന് പറയുന്ന ആ പഴംപൊരി, അത് മൈദയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതാണ്. അല്ലെങ്കിൽ മൈദ ചേർത്തിട്ടില്ലെങ്കിൽ നമുക്ക് നല്ല ക്രിസ്പായിട്ട് കിട്ടും. മൈദ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് ചില ആളുകൾക്ക് അങ്ങനത്തെ ആയിരിക്കും ഇഷ്ടം. അപ്പം എന്തായാലും നന്നായിട്ട് ഇളക്കുക. നമ്മൾ ആ ഒരു പരുവം കണ്ടല്ലോ, ആ ഒരു പരുവത്തിൽ, അതായത് നമുക്കിങ്ങനെ നോക്കുമ്പോൾ കുറച്ചിങ്ങനെ തിക്കായിട്ട് കാണാൻ പറ്റും. ആ ഒരു തിക്ക് പരുവത്തിൽ എടുക്കുക. ഒരു പഴം എടുത്തിട്ട് ആ പഴത്തിന് നമ്മൾ കനം കുറച്ചറിയാം, കനം കൂട്ടി അറിയാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. കനം കുറച്ചിട്ട് ഒരു മീഡിയം സൈസിൽ എടുക്കുക. നല്ലോണം പഴുത്തത് വേണോ, നല്ലോണം പഴുക്കാത്തത് വേണോ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചില ആളുകൾക്ക് നല്ലോണം പഴുത്തതായിട്ട് ഇരിക്കാം ഇഷ്ടം ഉണ്ടാവുക, ചില ആളുകൾക്ക് പഴുക്കാത്തതായിട്ട് ഇഷ്ടമുണ്ടാവുക. ചില സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് പച്ചക്കായ വെച്ചിട്ടും ഈ പഴംപൊരി ഉണ്ടാക്കാറുണ്ട്. ചില സ്ഥലത്ത് നല്ല പഴുത്ത് ഒരു കറുത്ത കളർ വന്ന പഴംപൊരി ഉണ്ടാക്കാറുണ്ട്. ഇതിപ്പോ നമ്മൾ ഒരു മീഡിയം സൈസിലെടുത്ത്, നമ്മളിപ്പോൾ ആരും അങ്ങോട്ടും വേണ്ട ഇങ്ങോട്ടും വേണ്ട, അതുകൊണ്ട് ഒരു മീഡിയം സൈസിലെടുത്ത് ഒന്ന് കനം മീഡിയം സൈസിൽ, ആ കനവും മീഡിയം സൈസിൽ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ മുക്കുന്നു. എന്നിട്ട് എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് വരുന്ന ഭാഗത്തിൽ എല്ലാം ഒരു സ്പൂൺ കൊണ്ട്, അല്ലെങ്കിൽ കൈ കൊണ്ടാക്കിയാലും കുഴപ്പമില്ല, എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ആക്കുക. അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് നന്നായിട്ട് എടുക്കുക. എണ്ണ മൂപ്പിച്ചിട്ട് അതിലിട്ട് വറുത്തെടുക്കുക. വളരെ സിമ്പിൾ അല്ലേ? എന്നിട്ട് കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന പരിപാടിയുള്ളൂ. ആർക്കും വീട്ടിൽ എപ്പോഴും ഒരു 4 മണിക്ക് നമ്മൾ ആ ചായയുടെ കൂടെ നല്ല കറുമുറ നല്ല ഒരു ഇത് കഴിക്കണം തോന്നുകയാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ എടുത്ത് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. എണ്ണ ചൂടായി വരട്ടെ. നിങ്ങൾക്ക് എന്ത് എണ്ണയിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം. ഒന്നിക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതിൻ്റെ മേലെ നന്നായിട്ട് എണ്ണ ഒന്ന് തൂകി കൊടുക്കണം. കാരണം നമ്മൾ എണ്ണ തൂകി കൊടുക്കുന്നത് എന്താ വെച്ചാൽ ഒരു ഭാഗം മാത്രം അത് വേവും. അതുകൊണ്ടാണ് ആ മേലെയും ഒരേ സമയം തന്നെ വേവാൻ വേണ്ടിയിട്ട് നമ്മൾ എണ്ണ ഒന്ന് ചെറുതായിട്ട് തട്ടി കൊടുക്കണം. എണ്ണ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മേലെ നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്കത് അതിൻ്റെ അടി ഒരു നല്ല രീതിയിൽ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ എണ്ണ ഇങ്ങനെ തട്ടി കൊടുക്കുന്ന മേലേക്ക്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകൂടി മറിച്ചിട്ട് കൊടുക്കുക. കാര്യം റെഡി. സിമ്പിൾ, വളരെ സിമ്പിളായിട്ട് ഒരു 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. വെരി സിമ്പിൾ. അപ്പോൾ പഴംപൊരി ഭയങ്കര സിമ്പിൾ അല്ലേ?